നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടഫ് ടൈംസ് ആണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഭഗവാൻ തരുന്ന മെസ്സേജും കൂടെയാണിത്. നിങ്ങളിപ്പോൾ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ പോകുന്നതായും ജീവിതം വളരെ ദുരിതപൂർണമായും ചുറ്റിലും പ്രശ്നങ്ങളിലൂടെ പോകുന്നതായും ഭഗവാൻ ഇവിടെ കാണുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ദുരിതപൂർണമായ സാഹചര്യങ്ങളും അവസ്ഥകളും ശാശ്വതമല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കൊടുങ്കാറ്റിന് ശേഷം ഒരു ശാന്തത വരുന്നത് പോലെയാണിത്. അത് മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ സാഹചര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിലെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരാനും ബുദ്ധിയോടെയും ക്ഷമയോടെയും നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാനുമുള്ള ഒരു കരുത്ത് നേടിത്തരാനും വേണ്ടിയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഒക്കെ ഇതിലൂടെ ക്ലിയർ ആക്കി പോകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട്. ഇത് പാസ്റ്റ് ലൈഫ് കർമാസ് ഒക്കെ നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നൊരു സമയം കൂടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ എല്ലാത്തിനെയും നേരിടുക, അതിജീവിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. അടുത്തത് ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ഈ ബാഡ് കർമാസ് എല്ലാം നിങ്ങളിൽ നിന്ന് മാറുമ്പോഴേക്കും നിങ്ങളൊരു ഫ്രഷ് ആയ ലൈഫിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നതാണെന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. ഇവിടെ ഓൾഡ് പാറ്റേൺസിൽ നിന്നും നിങ്ങൾ നെഗറ്റിവിറ്റി, നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി, അതുപോലെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തരുന്ന ആളുകൾ, ഇവയിൽ നിന്നെല്ലാം നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നിവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം പഴയ കാര്യങ്ങൾ നിങ്ങളിൽ വീണ്ടും പഴയ കർമാസൊക്കെ കൂട്ടുന്നതിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഒന്നും നിങ്ങൾ നെഗറ്റീവായിട്ട് തോട്ട് ചെയ്ത് വീണ്ടും പ്രസൻറ്റിലോട്ട് കൊണ്ടുവരരുത് എന്നൊരു മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. ഈ പുതിയൊരു മാറ്റം നിങ്ങൾക്ക് ആത്മീയവും മാനസികവും വൈകാരികപരമായി നിങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് എന്ന് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ടഫ് ടൈംസ് നിങ്ങൾ ഫേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതിയൊരു തുടക്കം തന്നെ നിങ്ങളോട്ട് വരുന്നതായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഈ ഓൾഡ് പാറ്റേൺസിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റി പുതിയൊരു എനർജിയിലോട്ട് ഭഗവാൻ നിങ്ങളെ കണക്റ്റ് ആക്കുന്നതിനായിട്ട് ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് മെസ്സേജ് തരുന്നത്. അത് നിങ്ങളിലോട്ട് പുതിയ അവസരങ്ങളിലൂടെയും പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതിലൂടെയും ഒക്കെ നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ വഴി തുറന്നു തരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെ ഭഗവാൻ ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് പഠിപ്പിക്കുകയും അതുപോലെ കർമ്മ ക്ലിയറൻസിലൂടെയൊക്കെ ഒരു റിന്യൂവലിനായിട്ട് ഗൈഡ് ചെയ്യുന്നു എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നുള്ളൊരു തത്വമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്തത് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ്. ഇവിടെ നിങ്ങൾ ബാഹ്യമായ അപ്പിയറൻസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ ആന്തരികമായ ചൈതന്യങ്ങളെ കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളിലുള്ള, അതായത് നിങ്ങളുടെ സോളിലുള്ള ക്വാളിറ്റീസായ വിശ്വാസം, എളിമത്വം, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സിമ്പതി എന്നിവയൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് തുടർന്ന് പോവുക. അതായത് ദയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരോടും അതുപോലെ തന്നെ സഹജീവികളോടും പെരുമാറുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തത് ഡു യുവർ കർമ്മയാണ്. നിങ്ങൾ ഫലപ്രതീക്ഷയില്ലാതെ സത്യസന്ധമായി നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ വിജയപരാജയങ്ങളിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. പ്രവൃത്തി ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഫലം എന്താവണം എന്നുള്ളതൊക്കെ ഭഗവാന്റെ കൺസിഡറേഷനിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചിന്തിച്ച് ബോധവാന്മാരാകണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫലം പ്രതീക്ഷിച്ച് അതിന് പിന്നാലെ
ഓടാതെ നിങ്ങൾ ധർമ്മത്തിൽ അനുഷ്ഠിതമായി കർമ്മം ചെയ്യൂ എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. റിസൾട്ട് ഭഗവാൻ അറിഞ്ഞു തരും എന്നുള്ളൊരു തിരിച്ചറിവോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത ഗീത കാർഡിൽ കിട്ടിയിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഗോഡാണ്. ഭഗവാനെ അറിയുന്നതിനായിട്ട് ഭഗവാനെ ഭക്തിയോടെ പൂജിക്കുക എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ദുർഘട സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ നാമം പറയുന്നുണ്ട്, അത് ഭഗവാൻ കേൾക്കുന്നുണ്ട്, ഭഗവാനിലോട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളെ ആഴത്തിലുള്ളൊരു ഭക്തിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഓരോ വിളികളും ഭഗവാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഭഗവാനിലോട്ട് കണക്റ്റ് ആക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അടുത്തത് ബിക്കം മൈ ഡിവോട്ടി ആണ്. ഭഗവാൻ നിങ്ങളോട് ടോട്ടലായി സറണ്ടർ ചെയ്യാനും നിങ്ങളെ ഭക്തിയോടെ ജീവിക്കാനും അതുപോലെ ഭഗവാനെ സദാ സ്മരിക്കാനുമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ യാത്ര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഏറെ അബണ്ടൻസ് നേടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഭഗവാനോടുള്ള ഭക്തി ഡീപ്പർ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവത്ഗീതയുടെ ശരിയായ അറിവ് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. യഥാർത്ഥ അറിവിലോട്ട് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിനായി ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വെറുതെ ഭഗവത്ഗീത വായിച്ച് പോവുക എന്നുള്ളതല്ല ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ച് ഓരോ കാര്യങ്ങളെയും മാതൃകയാക്കി ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ ജീവിക്കുന്ന ആ തത്വങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞ് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുത്ത് അവരെയും ഹയർ സെൽഫിലോട്ട് കണക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. ഇവിടെ ചിലർക്കൊക്കെ എങ്കിലും ഉള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത്, ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഗീത പഠിച്ച് അതിൻ്റെ തത്വങ്ങൾ അറിഞ്ഞ് അതിൽ ജീവിച്ച് ആ അറിവ് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണെന്നുള്ള ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട്. ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് റെസണേറ്റ് ചെയ്യുന്നത് അവരത് ഏറ്റെടുക്കുക, ഭഗവാൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കുക കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങളോട്ട് കണക്റ്റ് ആവാനുള്ളൊരു ടൈമും കൂടെയാണ്. ഈ ടഫ് ടൈംസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയ ബിഗിനിങ് മേ ബി അതിലോട്ട് കണക്റ്റ് ആകാനായിരിക്കാം. അതാണ് ഭഗവാൻ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ തന്നത്. ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. റെസണേറ്റ് ആവുന്നവർ അത് എടുക്കുക കേട്ടോ. നന്ദി, നമസ്കാരം.